ഞാൻ ചോദിക്കുന്നത് ഇത് ചിലപ്പം അനുവിനെ ചിലപ്പോൾ കരയിപ്പിച്ചിരിക്കാം. കാര്യം നമ്മൾ 4 വർഷം മുമ്പ് എടുത്ത സമയത്ത് ഒരു ട്രാജഡി ഉണ്ടായി പാടാത്ത ബംഗിൾ ലൊക്കേഷനിൽ ശബരിച്ചേട്ടൻ. അതുപോലൊരു ട്രാജഡിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഫ്ലോറിൽ ഉണ്ടായിരിക്കുന്നത്. സുധിച്ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളി ആ പരിപാടിക്ക് പോയത്? അതെനിക്ക് ഓർമ്മയില്ല. ഇപ്പം കറക്റ്റ് ഒരു വർഷം, ജൂൺ 5 ആകുമ്പോൾ ഒരു വർഷം. അതല്ല നിങ്ങളുടെ ചേട്ടൻ പോയി നമ്മൾ വിശ്വസിക്കണമില്ല. അതല്ല ഷൂട്ടിന് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാമിന് പോകുന്നത്? അതായത് മരിക്കുന്നതിന് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാമിന് പോകുന്നത്. അപ്പൊ അന്ന് അനു ആ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുമായിരുന്നല്ലേ? എങ്ങനെ അറിഞ്ഞത്? എപ്പോഴാണ് അറിഞ്ഞത് ഇത്? ഞാൻ അറിഞ്ഞത് എൻ്റെ ഫോൺ സൈലന്റ് ആയിരുന്നു, രാവിലെ ഉറക്കമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ഇന്ന് രാവിലെ ന്യൂസ് ഇടും ചേട്ടൻ. അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ ന്യൂസിൽ കാണിച്ചാണ് അനുവിനെ വിളിച്ചു. അപ്പോൾ എൻ്റെ ഫോണിൽ ഒരുപാട് മിസ് കോൾ ഉണ്ടായിരുന്നു. ശ്രീവിദ്യ അങ്ങനെ എല്ലാവരും വിളിച്ചിരിക്കുക, ബിനീഷ് ബാസ്റ്റിൻ അവരെല്ലാവരും വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അനുവിന് എന്താ ആ സമയത്ത് പെട്ടെന്ന് അറിഞ്ഞപ്പോൾ എന്താണൊരു ആ സമയത്ത് എന്തായിട്ടാണ് സമയത്ത് നമുക്ക് എന്താണെന്ന് തോന്നുന്നത്, നമ്മളെ ഫാമിലിയിലൊരു ആളില്ലേ. അപ്പോൾ ആ ഫ്ലോറിലുള്ള ഏറ്റവും നല്ലൊരു ചേട്ടനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. ആയിടത്തും അടിയുണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നിനും പോവാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാൾ. പക്ഷെ ആ ഒരു ഞാൻ 2 ദിവസം മുമ്പ് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഈഗോ പോലും ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഒരു എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കണ്ടു, ഇതുപോലെ മനുഷ്യനുണ്ടോ ഈ ലോകത്ത്? അപ്പൊ ഇനി അഭിനയിക്കാണോ? ഇല്ല, ഈ 5-6 വർഷം കൂടെ നിൽക്കുന്ന ഒരാളാ. അന്ന് കണ്ട ടമാർപ്പടാറിൽ കണ്ട ആള് തന്നെയാണ് ഞാൻ ഈ 6 വർഷമായിട്ടും കണ്ടോണ്ടിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല, നല്ലൊരു മനുഷ്യനാണ്. 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കൊല്ലത്ത് 2 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ട്, കുടുംബത്തിൽ കാണാനൊക്കെ പറഞ്ഞു. മോനെ മോളെ മക്കളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്നെ അങ്ങനെ അനുന്നൊക്കെ വല്ലപ്പോഴും വിളിക്കുന്നത്. പക്ഷെ എപ്പോഴും വിളിക്കുന്ന മക്കളെ മോളെ മോനെ എന്നെ മോനെ എന്നൊക്കെ വിളിക്കാറ്. എല്ലാം എന്നെ മാത്രമല്ല, സ്റ്റാർ മാജിക്കുള്ള എല്ലാവരും ഈ പറയുന്ന നമുക്ക് ഫുഡ് തരുന്ന ചേച്ചിമാരെ പോലും മോനെ മോളെ മക്കളെ എന്നൊക്കെ വിളിക്കുള്ളൂ. അനു നമ്മൾ ഒരു 4 വർഷം മുമ്പ് ഞാനൊരു ടാസ്ക് അനുവിനെ കൊണ്ട് ചെയ്യിച്ചായിരുന്നു. ആ ടാസ്ക് പോയി ഏറ്റവും കൂടുതൽ വൈറലായി, അത് ഇൻസ്റ്റയിൽ കുറേ വൈറലായൊരു ടാസ്ക്കാണത്. ഒരു ടങ് ടെസ്റ്റാണ്. ഒരു നമുക്ക് നാക്കിന് എത്രത്തോളം സ്കില്ലുണ്ടെന്ന് നോക്കുന്നൊരു സംഭവം ആണ്. നൂതനെന്ന് പറഞ്ഞേ ആണോ? ഇതാണ് സംഭവം. എനിക്ക് ഒരു വീഡിയോ ഇട്ടെന്ന് പറയുന്നുണ്ട്, നൂതന എന്ന് പറയുമ്പോൾ ന്യൂനത എന്ന് പറഞ്ഞിട്ട് തന്നെ സ്വർണ്ണാഭരണങ്ങളുടെ ന്യൂനതമായിട്ടുള്ള എങ്ങനെ നൂതന അവിടെ ആണ്ട നമ്മുടെ ന്യൂസോട്ടിരുന്ന് കണ്ട് ചിരിപ്പുണ്ട്. പുള്ളി അയച്ചെന്നതായിരുന്നു നൂതന. അതൊന്നും പോട്ടെ, അതല്ല അന്തിക്ക് പറ ടാസ്കാ. കുണ്ടിതപ്പെട്ട കുന്തിദേവി കിണ്ടി എഴുതുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. പറ, സ്പീഡായി പറയണം. ഒരു 4 വരി പറഞ്ഞാൽ മതി. എനിക്കറിയാം. അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തിദേവി കിണ്ടി എഴുതുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തിദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. കുണ്ടിൽ വീണു. അവിടെ ആൾക്കാർ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. കല്യാണം വരട്ടെ, അതെപ്പോഴും വെച്ചാൽ നടക്കട്ടെ. നമുക്ക് ഡിമാൻഡ് ഇല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നന്നായിട്ട് നോക്കണം. 2 അടിക്കുന്ന ആളായിരിക്കണം. ഇപ്പൊ പറഞ്ഞ 2 അടിക്കുന്ന ഒരാളായിരിക്കണം. പ്രശ്നമില്ല. കഴിക്കാത്തവരെപ്പോ ആരും ഇല്ലല്ലോ. എവിടെ നോക്കിയാലും ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് വിചാരിക്കും നല്ലൊരു കഴിക്കാത്ത ഒരാളാന്നൊക്കെ. അപ്പൊ ഇങ്ങനെ അറിയുമ്പോഴാണ് പറയുന്നത് കഴിക്കും. ഞാൻ കഴിക്കൂല. പിന്നെ ഞാൻ കഴിക്കൂലെന്ന് ലാസ്റ്റ് നമ്മൾ ഞങ്ങൾ 2 ഇരുന്നാണ് ലാസ്റ്റ് പോയി ഞങ്ങൾ കഴിഞ്ഞ വർഷം. അതിനുശേഷം നിർത്തി ഞാൻ. അല്ല പിന്നല്ലേ പറഞ്ഞു ഞാൻ കഴിക്കുന്ന, പിന്നെ ഞാൻ കഴിക്കുന്ന പറഞ്ഞില്ല ഇല്ലെന്ന്. ഇല്ല, സീരിയസ്ലി. അപ്പൊ ഇപ്പൊ ഞാൻ കഴിക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് കെട്ടാൻ പറ്റത്തില്ലല്ലോ. എന്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് അതിന് തൊന്നുമില്ല, സഹോദരിയല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഞാൻ തിരക്കും, അനുവിന് വേണ്ടി ഒരു പയ്യനെ തിരക്കും. നല്ലൊരു പയ്യൻ തിരക്കാം. വേണ്ട, ഇഷ്ടമില്ലെന്നല്ല, അത് നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ഇത്രയും വർഷമായിട്ട് സിനിമയിൽ നിന്നും അത്ര വലിയ ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ഇത്രയും വർഷമായി കാര്യം കുറെ സീരിയൽസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനി സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. പക്ഷെ അന്ന് അനു പറഞ്ഞത് ലാലേട്ടനോടോ മമ്മൂട്ടിയോടോ അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അഭിനയിക്കാൻ താല്പര്യമില്ല, നായികയായിട്ടെന്നാ പറഞ്ഞു. കാരണം അതിനുള്ള
ഈ പറയുന്ന ഹൈറ്റും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒരു നായികമാർക്ക് അതല്ല, ഇപ്പം എനിക്ക് അന്നൊന്നും അറിയത്തിണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇന്നിപ്പോ ഭംഗി എന്ന് പറയുന്ന ഭംഗിയല്ല, അങ്ങനെ എന്താ പറയണ്ടേ, നിറമോ ഈ പറയുന്ന വണ്ണിച്ചോ അല്ലെങ്കിൽ ഭയങ്കര സീറോ സൈസോ അങ്ങനെ ഒന്നും നോക്കുന്നില്ല. അഭിനയിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇപ്പം എടുക്കുന്നത് തന്നെ. ഈ നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു ഈ മമ്മൂക്ക ലാലേട്ടനോട് പെങ്ങളായിട്ട് അഭിനയിക്കാൻ താല്പര്യം, നായികയായിട്ട് അഭിനയിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഓഫർ എല്ലാവർക്കും കാത്തിരിക്കുകയാണ്. പക്ഷെ അനുവിന് അത് നോക്കുമ്പോൾ ഏറ്റവും ഒരു പെങ്ങളായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞ അന്ന് പറഞ്ഞതാണ്. എന്ത് അഭിനയിക്കാൻ വിളിച്ചാലും ഞാൻ പോയി അഭിനയിക്കും. ഇനിയിപ്പോ നായികയായിട്ട് നായികയായിട്ട് വിളിക്കാൻ ഞാൻ പോകും ഉറപ്പ്. എനിക്ക് അങ്ങനെ ഒരു ഇത് തരികയാണെങ്കിൽ അവരെന്തായാലും ചുമ്മാ പെട്ടെന്ന് ഒരാളെ കണ്ടിട്ട് നമുക്ക് എവിടെ വെക്കാം എന്ന് പറയത്തില്ലല്ലോ. ഒന്നെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ അസീസിക്ക് എടുക്കാം. ഇപ്പൊ അസീസിക്ക ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൺട്രോൾ ആണെങ്കിൽ പോലും അസീസ്ക്ക് അഭിനയിക്കുന്ന അറിയാവുന്നുണ്ടല്ലേ വിളിച്ചത്. തീർച്ചയായിട്ടും. അതുപോലെ ഇപ്പം എന്റെ എന്തെങ്കിലും പെർഫോമൻസ് വീഡിയോ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഇപ്പൊ എന്നെ എന്തെങ്കിലും എനിക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, അത്ര തന്നെ. എന്ന് വെച്ചാൽ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് വിളിക്കാൻ ചെയ്യല്. അല്ല അനു സീരിയൽസിലെ അധികം സീരിയൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അധികം വരുന്നില്ല. നിർത്തിയിട്ട് ഇപ്പോൾ 3.5 വർഷമായി. ഞാൻ ലാസ്റ്റ് ചെയ്തത് സിക്കോമാണ്, നമ്മുടെ മല്ലികാമ്മയുടെ കൂടെ ഉള്ളത്. ഇപ്പം അഭിവിറ്റ്സ് മഹി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൈരളി ചാനലാണ് കൂടുതലും, യൂട്യൂബ് ചാനലാണ് പോകുന്നത്, സോഷ്യൽ മീഡിയ വഴിയാണ് പോകുന്നത്. പിന്നെ സ്റ്റാർ മാജിക്, പിന്നെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇനാഗുറേഷനും പുറത്ത് പ്രോഗ്രാം അങ്ങനെ. അനു, എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാർ മാജിക്കിൽ ഏറ്റവും കൂടുതൽ ഇനാഗുറേഷൻ ലഭിക്കുന്നത് ഒന്ന് ലക്ഷ്മിക്കും നമ്മുടെ ബിനീഷ് ചേട്ടനും പിന്നെ അനുവിനുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഷിയാസിന് കൊള്ളാം, നിങ്ങളിൽ കുറവാണ്. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന അനുവിനും ലക്ഷ്മിക്കാണ്. ലക്ഷ്മിയായിട്ട് ഞാനൊരു 10-20 വേദി ചെയ്തിട്ടുണ്ട്. അപ്പം അനുവിന് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് അവിടെ ഫ്ലോറിൽ ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ, നിനക്ക് ഇഷ്ടം പോലെ ഇനാഗ്രേഷൻ കിട്ടുന്നുണ്ടല്ലോ പറയുന്ന നമ്മളെ കേൾക്കാൻ പറയാറുണ്ടോ എന്ന് ചോദിച്ചതാ. തമാശക്ക് പറയും, അല്ലാതെ സന്തോഷം എല്ലാവർക്കും കിട്ടുന്നത്, അവർക്കും ഹാപ്പിയാണ്. പിന്നെ ഈ പറഞ്ഞ അനു പണ്ടത്തിനേക്കാളും അനു ഭയങ്കര മെച്യൂരിറ്റിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അത് ക്രിയേറ്റീവ് ആണോ? മെച്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യണം. അന്ന് നമ്മൾ അധികം ഇതായിട്ട് സംസാരിച്ചു. ശരി, ആ മെച്യൂരിറ്റി പറഞ്ഞ അടുത്തൊരു പെട്ടെന്നൊരു ചോദ്യം ചോദിക്കാം. 1030 1030 30 അധികം 1030 2060 30 2060 അധികം 30 പ്ലസ് 30 2090 അധികം 10 90 അധികം 10 3000 വരത്തില്ല. 2090 അല്ലേ? ഇല്ല 2090 2200 ഉറപ്പിക്കാവോ? തെറ്റാത് 100 അത് പറ. 2100 മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടി ചോദിച്ചതാ. അപ്പം ആ മെച്യൂരിറ്റി ഒക്കെ മാറി നമ്മൾ പഴയത് ബാക്ക് ടു നമ്മുടെ പഴയ രീതി തന്നെ വന്നു. ഈ തങ്കച്ചി ചേട്ടനായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരും പറയാറുണ്ട്, കല്യാണം കഴിച്ചുകൂടെ എന്നുള്ള. നാട്ടുകാർ പ്രശ്നമൊക്കെ എടുത്തിരിക്കുകയാണ്. പൊന്നു നാട്ടുകാരെ പറഞ്ഞു, എന്റെ പൊന്നു നാട്ടുകാരെ, തങ്കച്ചേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്. എന്നെ ഒരു കുഞ്ഞു അഞ്ചത്തി പോലെയാണ് എന്നെ കാണുന്നത്. അങ്ങനെ നമ്മൾ തമ്മിൽ പ്രണയമൊന്നും ദൈവം എനിക്ക് പ്രേക്ഷകർ അതല്ല പറയേണ്ടത്. അഞ്ചത്തി ചേട്ടനായിരുന്നല്ല പറയേണ്ടത്. മീഡിയക്കാരുടെ ഓൺലൈൻ മീഡിയക്കാരുടെ ഈ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞ. ഇപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇന്നാ എനിക്ക് അയച്ചു തന്നതാണ്. ഇത് ഫോട്ടോ ഒരു ലിങ്കാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്നത് എനിക്ക് അയച്ചു തന്നായിരുന്നറിയാമോ? എൻ്റെ അമ്മയ്ക്ക് ഓരോരുത്തർ അയച്ചു കൊടുക്കുന്നതാണ്, അമ്മയ്ക്കും അച്ഛനൊക്കെ. ഇത് സത്യമാണെന്നൊക്കെ ചോദിച്ചിട്ട് നോക്കട്ടെ. ക്യാമറ നമുക്ക് സൂം ചെയ്യാം, നോക്കാം. അത് ഏത് ചാനലാണ് കൊടുത്തിരിക്കുന്നത്? ഏത് ചാനൽ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോലും പോയില്ല. ഇവർക്ക് എന്തെങ്കിലും കോൺട്രവേഴ്സി അനുമായിട്ടുള്ള ബന്ധപ്പെട്ടാണോ? ഇതാണേ അനുമോൾ തങ്കച്ചൻ വിവാഹം. അത് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് പോകും. എന്റെ ഫേസ്ബുക്കിൽ അല്ല, ഇത് ക്യാൻസൽ ആണ്. അതിനകത്ത് ഒരു ഭയങ്കര ടാഗ് ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോ ഉൾപ്പെടെ. അനുമോൾ തങ്കച്ചൻ വിവാഹം ഉടൻ നടക്കും, അനു തുറന്നു പറഞ്ഞു. ഇതാണ് സംഭവം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വളരെ മോശം കാര്യങ്ങളാണ്. ഇത് അനു അറിഞ്ഞിട്ടുണ്ടോ? പുള്ളിക്ക് ഇത് കാണാൻ ഭയങ്കര വിഷമം. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. ഏതൊരു ചാനലാണ്? അല്ല, ഇതിന് മുന്നേ കുറെ വന്നിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയി ഈ മീഡിയക്കാരുടെ, എനിക്കറിയുന്ന മീഡിയക്കാരാ, ഓൺലൈൻ മീഡിയക്കാർക്ക് പോയി ഞാൻ നമ്പർ തപ്പിയെടുത്ത് ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചു. പ്രതികരിക്കാൻ തോന്നുന്നു പറഞ്ഞാല് ഒന്നാമത്തെ കാര്യം, ഞാൻ അച്ഛനും അമ്മയ്ക്കും ഞാൻ ചോദിക്കും ഇത് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോന്ന്.
അപ്പോൾ നിനക്ക് വിഷമമുണ്ടോ? എനിക്ക് എന്ത് വിഷമം പറയുന്നത് പറയട്ടെ എന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ പറഞ്ഞു ക്യാമറ നോക്കി പറഞ്ഞു, ആർക്കാ മറുപടി കൊടുക്കാതെ കൊടുത്തു? മറുപടി അല്ല നീ കൊടുക്കണ്ടേ, നാണോ ഇല്ലെന്ന്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മറ്റുള്ളവരെ വിറ്റ് എന്തിനാണ് ജീവിക്കുന്നത്? അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെറുതെ എന്തിനാണ്? ഇപ്പം ഞാൻ എക്സാമ്പിൾ എടുക്കണമെങ്കിൽ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് ഇങ്ങനൊരു ഇതിൽ വന്നത് കൊണ്ട് മാത്രമാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും എന്താ പറയണ്ടേ. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ മീഡിയക്കാർ ഇപ്പൊ തങ്കച്ചേട്ടന് കല്യാണം ഓൾറെഡി ആയിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലും തങ്കച്ചേട്ടൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്റെ കാര്യത്തിൽ. കാരണം ഈ മീഡിയക്കാർ ഓരോന്ന് ഇറക്കിയിട്ടുണ്ട്. ഞാൻ തങ്കച്ചേട്ടൻ കല്യാണം ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് പുള്ളിക്കാരനത് ഭയങ്കര വിഷമമാണ്. ഞാനത് ഈ ചെവി കൂടെ കണ്ട് ഈ ചെവി കൂടെ കളയുന്നതാണ്. പുള്ളിക്ക് ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. പിന്നെ ഇടയ്ക്ക് വെച്ച് സ്റ്റാർ മാജിക് പോലും എൻ്റെ അടുത്ത് തന്നെ ഭയങ്കര വിഷമം ഒന്ന് കാണിച്ചിട്ടുണ്ട്, അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ആ ഒരു കോംബോ മാറ്റാന്നുള്ള രീതിയിൽ നിർത്തി വെച്ചിരുന്നു. പിന്നെ ഇപ്പൊ പുള്ളി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ മോശമാണത്. എത്ര പേര് ഇപ്പൊ തന്നെ എനിക്ക് എത്ര ഈ മീഡിയക്കാർ തന്നെയാണ്, ഓൺലൈൻ മീഡിയക്കാരുടെ എൻ്റെ കല്യാണം കഴിഞ്ഞു, പിന്നെ എനിക്കറിയത്തില്ല എത്ര പേര് വെച്ച് കല്യാണം കഴിപ്പിച്ചു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്?